മദ്യനയത്തിനെതിരെ വിമർശനവുമായി ഓർത്തഡോക്സ് സഭ രംഗത്തെത്തി. മദ്യനയം എന്നത് ജലരേഖയായി മാറിയെന്ന് ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കുറ്റപ്പെടുത്തി. റേഷൻ അരി വാങ്ങാൻ വിരൽ പതിപ്പിക്കണം, എന്നാൽ മദ്യം വീട്ടുപടിക്കൽ എത്തിച്ചു നൽകുമെന്നാണ് കുറ്റപ്പെടുത്തൽ. അതേസമയം ഓൺലൈൻ മദ്യവിതരണം സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്ന് മന്ത്രി ഇന്നും ആവർത്തിച്ചു. താൻ പറഞ്ഞതാണ് സർക്കാർ നയമെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. സർക്കാരിൻ്റെ നയം എന്താണെന്നുള്ളത് ഇക്കാര്യത്തിൽ എക്സൈസ് മന്ത്രിയാണ് പറയുക എന്നുള്ളത്. അതിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ജനങ്ങൾക്ക് സംശയം ഉണ്ടാവില്ല. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. ടോബി, സർക്കാരിന്റെ മദ്യനയം എന്ന രീതിയിൽ തന്നെ ഇപ്പോൾ ഈ ബെഫ്കോയിൽ നിന്ന് വന്ന ഒരു ശുപാർശ അത് മാറുന്നു. മദ്യനയം ഇപ്പോൾ കൂടുതലായി ചർച്ച ചെയ്യപ്പെടുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതികരണമാണ് ഇന്നിപ്പോൾ ഈ സഭാധ്യക്ഷനിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. അതിൽ ആ പരാമർശവും ഏറെ ശ്രദ്ധേയമാണ്. അതായത് റേഷനറി വാങ്ങാൻ വിരൽ പതിപ്പിക്കണം, അങ്ങോട്ട് ചെല്ലണം, പക്ഷേ മദ്യം വീട്ടുപടിയിലേക്ക് എത്തിച്ചു നൽകുമെന്നാണ് സർക്കാർ പറയുന്നത്. അങ്ങനെ സർക്കാരിന്റെ മദ്യനയം അമ്പെ പാളുന്നു എന്നൊരു കുറ്റപ്പെടുത്തലാണ് നൽകുന്നത്. അതോടൊപ്പം തന്നെ മന്ത്രി പറയുന്നു, എന്നാൽ സർക്കാർ അത്തരത്തിലൊരു തീരുമാനത്തിലേക്കും പോയിട്ടില്ല എന്നുള്ളതാണ്. സർക്കാർ നയം പറയുന്നത് മന്ത്രിയാണ് എന്ന് ഒന്ന് ഊന്നി പറയുന്നുമുണ്ട്. അതായത് ഈ ഉദ്യോഗസ്ഥനും മന്ത്രിയും തമ്മിൽ ഒരു അഭിപ്രായ ഭിന്നതയുണ്ടോ എന്നൊക്കെയുള്ള ഒരു സംശയവും ബലപ്പെടുകയാണ് ബെഫ്കോ എം ഡിയും ഒപ്പം തന്നെ മന്ത്രിയും. പ്രജിൻ, തീർച്ചയായിട്ടും ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ലഹരിക്കെതിരെ സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകൾ അത്ര പോരാ എന്നൊരു വിമർശനമാണ് നേരത്തെ മുതൽ തന്നെ ഓർത്തഡോക്സ് സഭയ്ക്ക് ഉള്ളത്. അതിൻ്റെ പിന്നാലെയാണ് ഈ ഓൺലൈനിലൂടെ മദ്യം വീടുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശുപാർശ കൂടി ബെഫ്കോയുടെ ഭാഗത്തു നിന്നും വന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ശക്തമായി എതിർക്കുകയാണ് ഓർത്തഡോക്സ് സഭ. നേരത്തെ പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ പരാമർശത്തിൽ ഇന്ന് കത്തോലിക്ക ബാവ ഫേസ്ബുക്കിലാണ് ഇത്തരത്തിലുള്ള ഒരു വിമർശനം ഉന്നയിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. അതായത് റേഷനറി വാങ്ങാൻ സാധാരണക്കാരൻ വിരലടയാളം റേഷൻ കടയിൽ ചെന്ന് പതിപ്പിക്കേണ്ടി വരുന്നു, എന്നാൽ ഇവിടെ മദ്യം വീടുകളിലേക്ക് എത്തിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നുള്ളൊരു വിമർശനമാണ് ഓർത്തഡോക്സ് സഭ പ്രധാനമായിട്ടും ഉന്നയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു നിലപാട് സർക്കാർ ഈ ഒരു നയവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് നിരവധി കുടുംബങ്ങളെ തകർക്കുന്ന രീതി, അതായത് കുടുംബങ്ങളെ തകർക്കുന്ന രീതിയിലേക്ക് ആ മദ്യനയം മാറുമെന്നാണ് ഓർത്തഡോക്സ് സഭ വിമർശിക്കുന്നത്. അതുകൊണ്ട് ഒരു തരത്തിലും ഇതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല, അതുമായി സർക്കാർ മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് ഓർത്തഡോക്സ് സഭ പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പ്രധാനമായും കത്തോലിക്ക ബാവ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതായത് CPI ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് കൂടി ഒന്ന് നോക്കണമെന്ന് ഓർത്തഡോക്സ് സഭ സർക്കാരിനെ ചൂണ്ടിക്കാട്ടുകയാണ്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് CPI സ്വീകരിച്ച നിലപാടുകൾ. ഈ ഒരു നയത്തെ പൂർണ്ണമായും അവർ എതിർക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അതുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വിമർശനം ഓർത്തഡോക്സ് സഭ മുന്നോട്ട് വെച്ചത്. ഏതെങ്കിലും ഒരു തരത്തിൽ ഇപ്പോൾ നമുക്കറിയാം, മന്ത്രി തന്നെ പറഞ്ഞത് ആ ഒരു നടപടിയുമായി മുന്നോട്ട് നിലവിൽ പോകുന്നില്ല എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു നയവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനെ ശക്തമായി എതിർക്കുമെന്ന് തന്നെയാണ് ഓർത്തഡോക്സ് സഭ പറയുന്നത്. ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.